ഫംഗ്ഷൻ ജനറേറ്റർ അഥവാ സിഗ്നൽ ജനറേറ്റർ. ഫംഗ്ഷൻ ജനറേറ്റർ യൂസ് ചെയ്തിട്ട് ഒരു സിഗ്നൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഫംഗ്ഷൻ ജനറേറ്റർ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡും ഇതിനകത്ത് തന്നെ വ്യൂ ആകുന്നുണ്ട്. ഇതിനകത്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെയാണ്, റേഞ്ചാണ് ഫ്രീക്വൻസി സെലക്ട് ചെയ്യുന്നത്. ഒരു വേവിന് ഒരു ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയാണ് ഉണ്ടായിരിക്കുക. അതായത് സൈൻ വേവ് ആയാലും സ്ക്വയർ വേവ് ആയാലും ട്രയാങ്കുലർ വേവ് ആയാലും അത് പറയുക അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിലും ഫ്രീക്വൻസിയിലാണ്. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ആംപ്ലിറ്റ്യൂഡ് BPP എന്നാണ്, വോൾട്ടേജ് പീക്ക് ടു പീക്കാണ് പറയുക. ഇത് 20 വോൾട്ട് വരെ മാക്സിമം ഇതിനകത്ത് കിട്ടും. മിനിമം 2 വോൾട്ടാണ് പറയുന്നത് ഈ നോബിൽ വരുന്നത്. ഇത് 1.something, അതായത് 2 to 20 വരെ നമുക്ക് ലെവൽ എന്നുള്ള ഈ നോബ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം 20 വോൾട്ട് വരെ. ഇനി അതിനെക്കാട്ടും ചെറിയൊരു വോൾട്ട് വേണമെങ്കിൽ നമ്മൾ 2 വോൾട്ടിനെക്കാട്ടും ചെറിയ വോൾട്ട്, അതായത് മില്ലി വോൾട്ട് റേഞ്ചിൽ വേണമെങ്കിൽ DB അറ്റൻവേഷൻ എന്ന് പറയുന്ന നോബുകളുണ്ട്. ഇവിടെ ഇവിടെ പ്രസ് ചെയ്താൽ ഇപ്പോൾ ഇതിനകത്ത് ഇടുമ്പോൾ 2 വന്നു. അതായത് ഇത് ഞാൻ 20യിലാണ് മാക്സിമത്തിലേക്കാണ് വെച്ചിരിക്കുന്നത്. മാക്സിമം വയ്ക്കുമ്പോൾ 20യിൽ വരുമ്പോൾ 2 വോൾട്ട് എത്തി. അതപ്പോൾ മിനിമത്തിലേക്ക് ഇനിയും കുറയ്ക്കുമ്പോൾ അത് മില്ലി വോൾട്ടിലോട്ട് വരും. ഉണ്ടോ, 140 മില്ലി വോൾട്ടിലോട്ട് വരുന്നുണ്ട്. ഇനി അതിനും ചെറിയൊരു ഇതിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 dBയിലോട്ട് ഇടാം. പിന്നെ രണ്ടും കൂടി പ്രസ് ചെയ്താൽ 60 dBയിൽ, ഏറ്റവും ചെറിയൊരു മില്ലി വോൾട്ടിലോട്ട് വേണമെങ്കിൽ 60 dBയിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് ആംപ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലെവൽ എന്ന് പറയുന്ന ഒരു നോബിനകത്ത്. ഇനി ഫ്രീക്വൻസി അല്ല, അടുത്ത വേവിൻ്റെ വേറൊരു ഇത് പറയുന്നത്, പാരാമീറ്റർ പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് റേഞ്ച് എന്നുള്ളൊരു നോബുണ്ട്. അത് വ്യൂ ആവണമെങ്കിൽ ഇത് റിലീസ് ചെയ്ത് തരാം. അപ്പം ഇനി ഫ്രീക്വൻസിയിലോട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 260 ഹെഡ്സ് എന്നാണ്, ഹെഡ്സ് കിലോ ഹെഡ്സ് മെഗാ ഹെഡ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഫംഗ്ഷൻ ജനറേറ്റർ 1 മെഗാ ഹെഡ്സ് എന്നുള്ള റേഞ്ചിലാണ് വരുന്നത്. മാക്സിമം 1 മെഗ് വരെയാണ്. ചില ഫംഗ്ഷൻ ജനറേറ്റർ 2 മെഗ് ഒക്കെ വരുന്നതുണ്ട്. പിന്നെ അതേപോലെ ആംപ്ലിറ്റ്യൂഡ് മിക്കതും 20 വോൾട്ട് വരെയാണ് മിക്ക ഫംഗ്ഷൻ ജനറേറ്ററിലും കാണുന്നത്. ഇനി ഇതിൽ ഫ്രീക്വൻസി എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റേഞ്ച് എന്നുള്ള നോബ് ഇത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 0.1, 1, 10, 100, 1K, 10K, 100K, 1 മെഗ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് 10Kക്കകത്താണ്. അപ്പോൾ നമുക്ക് മാക്സിമം 10 കിലോ ഹെഡ്സ് വരെ ഇതിനകത്ത് റേഞ്ച് മാറ്റാം. അപ്പോൾ ഇത് 12 വരെയൊക്കെ കിട്ടുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ എനിക്കൊരു 1 കിലോ ഹെഡ്സാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 1Kക്കകത്ത് ഇട്ടിട്ട് 1 കിലോ ഹെഡ്സ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് 1.something കാണിക്കുന്നുണ്ട്. അത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിന് നമുക്ക് ഇവിടെ ഒരു ഫൈൻ എന്ന് പറയുന്ന ഒരു നോബുണ്ട് ഫ്രീക്വൻസിയിൽ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫൈനിലോട്ട് മാറ്റാം. അപ്പോൾ 1 കിലോ ഹെഡ്സ്. ഇനി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിൽ എത്രയാണ്, 20 വോൾട്ട് പീക്ക് ടു പീക്കാണ് ഇപ്പോൾ ഇതിനകത്ത് ഫംഗ്ഷൻ ജനറേറ്ററിനകത്ത് കാണുന്നത്. ഇനി വേവ് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനകത്ത് കാണുന്നുണ്ട് സൈൻ വേവ്, ട്രയാങ്കുലർ, സ്ക്വയർ. അപ്പോൾ ഞാൻ ഇപ്പോൾ സൈൻ വേവിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്ത സൈൻ വേവ് നമുക്കിതെങ്ങനെ വ്യൂ ആവുന്നുള്ളത് CRക്കകത്ത് നോക്കാം. അത് എങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഇത് കണ്ടു, അവിടെ 60 ഓൺ, അവിടെയാണ് നമ്മൾ ഔട്ട് എടുക്കേണ്ടത്. അത് വ്യൂ ആവണമെങ്കിൽ ഈ CRൻ്റെ ഒരു ചാനലിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുക. അതായത് ഇതിൻ്റെ പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്യുക, നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യാം. അതിനകത്ത് സൈൻ വേവ് കാണുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ 20 വോൾട്ട് പീക്ക് ടു പീക്കോ 1 കിലോ ഹെഡ്സോ ആണ് പറഞ്ഞിരിക്കുക. 1 കിലോ ഹെഡ്സ് 20 വോൾട്ട് പീക്ക് ടു പീക്ക്. ഇത് 20 വോൾട്ട് പീക്ക് ടു പീക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് റെഫറൻസ് ലൈനിൽ സെൻറ്ററിലോട്ട് ഇടാം, സെൻറ്ററിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് എത്ര ഡിവിഷൻ ഉണ്ട് നോക്കാം. 1, 2, 3, 4 ഡിവിഷൻ ഉണ്ട്. ടോട്ടല് 4 ഡിവിഷൻ. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത് ഈ ഹൈറ്റ് എത്ര ഡിവിഷൻ ഉണ്ട്. ഇപ്പോൾ ഗ്രാഫിലൊക്കെ കാണില്ലേ, അതേപോലെ ഇതിനകത്ത് ഇപ്പോൾ 5 ഡിവിഷൻ വരുന്നുണ്ട്. 5 ഇൻറ്റു ഇത് വോൾട്ട് പെർ ഡിവിഷനാണ്. അത് എത്ര ഡിവിഷൻ ഉണ്ടെന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്
1 2 3 4 4 ഇൻറ്റു ഇതിനകത്ത് 5 എന്ന് പറഞ്ഞ ഡിവിഷനകത്താണ് കിടക്കുന്നത്. അപ്പോൾ 4 ഇൻറ്റു 5 20 വോൾട്ടാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ വേവ് കിട്ടുന്നത്. ഇത് തന്നെ നമ്മൾ 2-നകത്ത് ഇടുകയാണെങ്കിൽ വേവ് വലുതായി കാണുന്നുണ്ട്, വ്യൂ വ്യത്യാസം വരും. ഇനി ഇത് ഞാൻ 10-ലിട്ടു. 10-ലിട്ട് കഴിഞ്ഞാൽ ഇത് എത്രയിലെ ഡിവിഷൻ ഉണ്ട്? 2 ഡിവിഷനിൽ കിടക്കുന്നുണ്ട്, 1 2. അപ്പോൾ 2 ഇൻറ്റു 10 20 വോൾട്ട്. അപ്പോൾ നമ്മളുടെ വ്യൂവിലാണ് മാറ്റം വരുന്നത്. ഇത് 20 വോൾട്ട് തന്നെ. നമ്മൾ ഇടുന്ന ആ വോൾട്ട് പെർ ഡിവിഷൻ്റെ റേഞ്ച്, അതായത് റേഞ്ച് മാറ്റുന്നതിനനുസരിച്ച് വ്യൂ മാറും. നമ്മൾ സ്കെയിൽ മാറ്റുമല്ലേ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ, അതേപോലെ തന്നെ ഇപ്പോൾ ഇത് 5 എന്നുള്ള സ്കെയിലിൽ എടുക്കുന്നു, ഇത് 10-ൽ 2-ലിടുമ്പോൾ നമുക്കിത് വ്യൂ ആകാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഇതിനെക്കാട്ടും ഡിവിഷൻ കൂടുതലാണ് വരുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. വോൾട്ട് പെർ ഡിവിഷൻ ഇൻറ്റു ചെയ്യണം ഇവിടെ എത്ര ഡിവിഷൻ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടെ. ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ടത് കുറച്ച് വലുതാക്കിയിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടി. പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യേണ്ടത്. നമ്മൾ ഈ CR-ക്കകത്ത് ഡയറക്റ്റ് ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ പറ്റില്ല. ടൈം പെർ ഡിവിഷൻ വെച്ചിട്ട് ടൈം പീരീഡാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഇത് സെൻറ്ററിലാക്കി വയ്ക്കുക. ഇതിനകത്ത് 2 ഡിവിഷൻ ഉണ്ട്, 1 2. അതായത് പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും, അതായത് ഫുൾ സൈക്കിൾ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും ഒരു വേവിൻ്റെ എടുക്കണം. അപ്പോൾ ഇത് ടോട്ടൽ 2 ആയി. 2 ഇൻറ്റു ഇതിനകത്ത് കിടക്കുന്നത് 0.5 എന്നുള്ള ടൈം പെർ ഡിവിഷനാണ്. അപ്പോൾ 2 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 1 മില്ലി സെക്കൻഡ് നമുക്ക് ടൈം പീരീഡാണ് കിട്ടുന്നത്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 1/t ആണ്. അപ്പോൾ 1 മില്ലി സെക്കൻഡ് 1/1 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 kHz. നമ്മൾ സെറ്റ് ചെയ്തത് 1 kHz. ക്ലിയർ ആയാൽ ഇതിൻ്റെ വ്യൂ ഇപ്പം ഞാനിത് 0.2-നകത്താണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 1 2 3 4 5, അതായത് പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും കൂടി കൂട്ടുമ്പോൾ 5 ഡിവിഷനകത്ത് ഇവിടെ നിന്ന് ഇതുവരെ 5 ഡിവിഷൻ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ വേവ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് മെഷർ ചെയ്യാം. പക്ഷേ ഈ അറ്റത്ത് വരും ഇവിടെ 1 2 3 4 5 5 ഇൻറ്റു 0.2 എന്ന് പറഞ്ഞാൽ 1 മില്ലി സെക്കൻഡ് ടൈം പീരീഡ്. ആ ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ 1/t ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടി. ഇങ്ങനെയാണ് ഒരു വേവ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ സൈൻ വേവ് അല്ല നോക്കിയത്. ഇനി സൈൻ വേവ്, ഇത് ട്രയാങ്കുലർ വേവ്, ഇത് സ്ക്വയർ വേവ്. ഇനി ഇതിനകത്ത് നേരത്തെ പറയാൻ വിട്ടുപോയില്ലായിരുന്നു, ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു നോബുണ്ട്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് DC റെഫറൻസ് ലൈനിൽ നിന്ന് മുകളിലോട്ട് പോകും. ഉണ്ടാ DC മുകളിലോട്ട് സൈൻ വേവ് അങ്ങ് പോയി ഇത് താഴോട്ട് വരും. അപ്പോൾ ഈ DC ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, ഓഫിൽ ഇടണം. ഓഫ് കണ്ടീഷനിൽ ഇട്ടാലാണ് നമുക്കത് കറക്റ്റായി കിട്ടുള്ളൂ. അതിപ്പോൾ വേവ് ഒക്കെ ക്ലിപ്പായി പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ DC ഓഫ്സെറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതേപോലെ സിമെട്രി ഓഫ് കണ്ടീഷനിലാണ്. സിമെട്രി എന്ന് പറഞ്ഞാൽ വേവ് സിമെട്രി അല്ല, മാറിക്കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വേവ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ സിമെട്രി ഓഫിലായിരിക്കണം, ഈ ഓഫ്സെറ്റും ഓഫിലായിരിക്കണം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഇനി ഇതിനകത്ത് വരുന്നത് ഒരു TTL എന്ന് പറയുന്ന ഒരു നോബുണ്ട്. TTL എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ലോജിക്ക്. അതിൽ നിന്ന് ഔട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ വേവ് ആയിരിക്കും കിട്ടുക. അത് എപ്പോഴും ഒരു 5 വോൾട്ട് പീക്ക് കിട്ടുന്ന ഒരു സ്ക്വയർ വേവ് ഇതിനകത്ത് നിന്ന് കിട്ടും. അല്ല ഇപ്പോൾ വേണ്ട 5 വോൾട്ട്. അത് നമുക്ക് ഡിജിറ്റൽ ആപ്ലിക്കേഷനിലൊക്കെ ക്ലോക്ക് കൊടുക്കണമെങ്കിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അപ്പോൾ 5 വോൾട്ട് പീക്കിൽ എപ്പോഴും ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്കിവിടെ ലെവൽ മാറ്റിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. 5 വോൾട്ട് തന്നെ കിട്ടുള്ളൂ. പക്ഷേ ഫ്രീക്വൻസി നമുക്ക് വാരി ചെയ്യിപ്പിക്കാം. ഉണ്ടോ, ഫ്രീക്വൻസി വാരി ചെയ്യിക്കാം. ആംപ്ലിറ്റ്യൂഡ് 5 വോൾട്ടിൽ തന്നെ കിട്ടുള്ളൂ. 5 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഡിവിഷനിൽ കിടക്കുന്നത് 5-ലാണ് കിടക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ.